പ്രിയപ്പെട്ട അഭിനച്ച, പ്രിയ അഡ്ഹോ കമ്മിറ്റി മെമ്പേഴ്സ്, പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പുതിയ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL stbernarditmission.co.uk. ഈ വെബ്സൈറ്റിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കൊരു നന്ദി പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്നോടൊപ്പം, എൻ്റെ പേര് ടോജോ അലക്സ്, ഞാൻ ഫ്രംലി മാസ് സെൻറ്ററിൽ നിന്നുള്ളതാണ്. എന്നോടൊപ്പം ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഷാൻഡോ, അതുപോലെ തന്നെ വോക്കിങ്ങിനുള്ള സാജു, അതുപോലെ തന്നെ ഗിൽഫോർഡിൽ നിന്നുള്ള ഡാനി വർഗീസ്, പിന്നീട് ഫാദർ എബിനും ഒത്തിരി ക്രിയേറ്റീവ് ഐഡിയാസ് തന്നിരുന്നു. നമ്മൾ ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് പോകുമ്പോഴത്തേക്കും ആദ്യമായിട്ട് കാണുന്നത് അതിമനോഹരമായ ഒരു ലോഗോ ആണ്. ആ ലോഗോ ഡിസൈൻ ചെയ്തത് ഷാൻഡോ ആണ്. ലോഗോയ്ക്ക് തൊട്ട് സമീപത്തായിട്ട് സെൻറ്റ് ബെർണാഡിറ്റ് മിഷൻ എന്നുള്ള റൈറ്റപ്പ് ഉണ്ട്. അതിൽ S എന്നുള്ളത് ആ T ഒരു കുരിശുരൂപമാണ്. രൂപം അത് നമുക്ക് ആദ്യമേ ഇല്ലാതിരുന്ന ഒരു ഐഡിയ ആണ്. ഫാദർ എബിൻ്റെ ഒരു ക്രിയേറ്റീവ് ചിന്തയിൽ നിന്നുണ്ട് ഒരു ചിന്തയായിരുന്നു അത്. പിന്നീട് നമ്മൾ മുകൾഭാഗത്ത് ഡൊണേറ്റ്, ജോയിനസ് എന്നീ 2 ടാബ് കൊടുത്തിട്ടുണ്ട്. ഡൊണേറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ മിഷനിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളതിന് ഒരു ഐഡിയ കിട്ടും. അതുപോലെ ജോയിനസ് കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഈ മിഷനിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാം. പിന്നീട് ഹോം പേജ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്ലോർ അവർ മിഷൻ്റെ 6 പ്രധാന മേഖലകൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. പിന്നീട് ജൂബിലി 2025 ബൈബിൾ റീഡിങ്, ഇത് നമ്മുടെ എപ്പാർക്കിയുടെ ഈ വർഷത്തെ ഒരു 1 ഇയർ പ്രോഗ്രാമാണ്. 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു ചേർക്കുന്ന ഒരു സംരംഭം. ഇത് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ ഡെയിലി അപ്ഡേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡാനി വർഗീസാണ്. പിന്നീട് നമ്മുടെ അപ്കമ്മിങ് ഇവൻറ്റ്സ്, അത് വരുന്ന മാസങ്ങളുടെ സമയവും സ്ഥലവും കൊടുത്തിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ചുള്ള ചെറിയൊരു റൈറ്റപ്പ്, പിന്നീട് നമ്മുടെ മിഷനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പൺ ഇൻവിറ്റേഷന്, ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ആൾക്കാർ എഴുതുന്ന ആർട്ടിക്കിളും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഫുട്ടർ. മെനുവിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ കാണുന്നത് എബൌട്ട് എന്നുള്ളതാണ്. അതിൽ നമ്മുടെ മിഷനെ കുറിച്ചൊരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 4 മാസ് സെൻറ്ററുകളുടെയും ഹിസ്റ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂടെ നിങ്ങൾ കടന്നു പോവുക, എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അറിയിക്കുക. പിന്നീട് നമ്മുടെ പേട്രൺ സെയിൻറ്റിനെ കുറിച്ച് ആയ സെൻറ്റ് ബെർണാഡിറ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു റൈറ്റപ്പ്, നമ്മുടെ ബിഷപ്പിനെ കുറിച്ചൊരു റൈറ്റപ്പ്, പിന്നീട് നമുക്ക് നമ്മുടെ ഈ വോക്കിംഗ് മിഷനിലുള്ള സെൻറ്റ് ബെർണാഡിറ്റ് മിഷനിലുള്ള സ്റ്റാഫും പ്രീസ്റ്റ് ആൻഡ് സ്റ്റാഫ്, ഫാദർ എബിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഒരു വിഷൻ. പിന്നീട് ഇതിൽ ഈ മിഷനിലുള്ള ഓരോരുത്തരുടെയും അഡ്ഹോ കമ്മിറ്റിയിലുള്ള ഓരോരുത്തരുടെയും ഫോട്ടോയും അവരുടെ ജോബ് റോളുമാണ് കൊടുത്തിരിക്കുന്നത്. സേഫ് ഗാർഡിങ്ങിനെ കുറിച്ചും മിഷൻ 2024 ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു റൈറ്റപ്പ്. അവസാനമായിട്ട് നമ്മുടെ ഈ വർഷത്തെ ചാരിറ്റിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം ഈ പേജിലുണ്ട്. ദീപ്തി ഫൗണ്ടേഷൻ, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ദീപ്തി ഫൗണ്ടേഷനെ കുറിച്ചുള്ളൊരു റൈറ്റപ്പ് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അടുത്ത മെയിൻ മെനു സാക്രമെൻറ്റ്സ് ആണ്. കത്തോലിക്ക സഭയുടെ 7 സാക്രമെൻറ്റ്സിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് വരുന്നത് മിനിസ്ട്രീസ് ആണ്. നമ്മുടെ വിവിധ മിനിസ്ട്രീസ് മിഷനിലുള്ള, ഈ പ്രൊപ്പോസ്ഡ് മിഷനിലുള്ള വോൾട്ടർ സർവീസ്, സേവിയർ ഫ്രണ്ട്സ്, കൊയർ മിനിസ്ട്രി, മെൻസ് ഫോറം, വിമൻസ് ഫോറം. ഇപ്പം വിമൻസ് ഫോറം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല മാസ് സെൻറ്ററുകളിലുള്ള വിമൻസ് ഫോറത്തിൻ്റെ ഭാരവാഹികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കുടുംബ കൂട്ടായ്മ, നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ ഫാമിലി യൂണിറ്റിൻ്റെയും ഒരു ബ്രീഫ് ഡിസ്കഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് വരുന്നത് കാറ്റഗിസം. നമുക്കിപ്പം ഏകദേശം 100+ കുട്ടികൾ കാറ്റഗിസം പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, വിവരങ്ങൾ ഇതിൽ കിട്ടുന്നതായിരിക്കും. അടുത്ത മെനു ഗാലറിയാണ്. ഗാലറിയിൽ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത് ക്രിയേറ്റീവ് ഫോറം. ക്രിയേറ്റീവ് ഫോറത്തിന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ ആർട്ടിക്കിളുകൾ, ഡ്രോയിങ്ങുകൾ, പിന്നീട് എന്തെങ്കിലുമുള്ള ക്രിയേറ്റീവ് കണ്ടന്റ് ഇവിടെ പെർമനൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കണ്ടന്റ് ഒറിജിനൽ ആയിരിക്കണം, ഇത് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ഇത് പ്ലാജറിസത്തിന് നമ്മൾ പല
സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലൂടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലിടത്തുള്ളൂ. ഇത് മസ്റ്റായിട്ട് ഫാദർ എബിൻ അപ്രൂവ് ചെയ്തിരിക്കണം ബിഫോർ പബ്ലിഷിംഗ്. ഈ 3 ആർട്ടിക്കിൾ ആയിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഏറ്റവും ആദ്യത്തെ ഫാദർ എബിൻ്റേതും ബാക്കി നെക്സ്റ്റ് 2 ആർട്ടിക്കിൾ ടോജോ അലക്സ് ഫ്രംലി ഞാൻ തന്നെ എഴുതിയതാണ്. അടുത്ത സബ് മെനു അച്ചീവ്മെൻറ്റ്സിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മെമ്പേഴ്സിൻ്റെ അച്ചീവ്മെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു വേദിയാണിത്. സച്ചസ് എക്സാം റിസൾട്ട്, പ്രൊമോഷൻസ്, ന്യൂ ജോബ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഡാനി വർഗീസിന് PhD കിട്ടിയതിൻ്റെ ഒരു ഇതാണിത്. പിന്നീട് വരുന്നത് കിഡ്സ് കോർണറാണ്. ഇപ്പോൾ ടെമ്പററി ആയിട്ട് കിഡ്സിന് കാണാൻ സാധിക്കുന്ന ബൈബിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാർട്ടൂണുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ കിഡ്സിൻ്റെ പ്രോഗ്രാംസ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ 4 മാസ സെൻറ്ററുകളിൽ നടക്കുന്ന ഓരോ ഇവൻറ്റ്സിൻ്റെയും ഫോട്ടോസ് ഇറങ്ങിയ ഒരു ഗാലറിയാണ്. ഏതാനും ഫോട്ടോകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനിയുള്ള മുമ്പോട്ട് പോകുമ്പോൾ ഓരോ സമയത്തെയും ഈ മേജർ ഇവൻറ്റ്സിൻ്റെ ഫോട്ടോകൾ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് അവിടെയുള്ളത് ബർത്ത്ഡേസ് ആൻഡ് ആനിവേഴ്സറീസ്. നമ്മുടെ ഇടയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ആനിവേഴ്സറിയോ വെഡിങ് ആനിവേഴ്സറികളോ ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യാനാണെങ്കിൽ ചെയ്യുന്നത് ഇവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നീടുള്ള ഒരു മെയിൻ മെനു എന്ന് പറയുന്നത് പാരിഷ് ന്യൂസ് ലെറ്ററാണ്. അത് എവറി വീക്ക് അല്ലെങ്കിൽ എവറി 2 വീക്സിൽ ഫാദർ എബിൻ ഡയറക്റ്റ് എഴുതുന്നതാണത്. ഇപ്പോൾ സാമ്പിളായിട്ട് ന്യൂ ഇയർ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഹോളി മാസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മാസ് ടൈമിങ്, ഇപ്പം ഉള്ള പെർമനൻറ്റ് മാസ് ടൈമിങ്, അത് ഓരോ മാസത്തെയും നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ സാധിക്കും. ഇത് ഓരോ ദിവസത്തെയും ബൈബിൾ റീഡിംഗ് ആണ്. ഓരോ ദിവസവും വായിക്കേണ്ട ബൈബിൾ റീഡിംഗ് അത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പ്രയർ ബുക്സ്, അത് നമ്മൾ സാമ്പിൾ നോർമൽ ഹോളി മാസിൻ്റെ ബുക്ക് ഇട്ടിട്ടുണ്ട്, കൂടുതലായിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ അപ്കമ്മിങ് ഇവൻറ്റ്സിൻ്റെ ഈ ഒരു ഏരിയ മെയിനായിട്ട് നമുക്ക് ഇനി ഭാവിയിലേക്ക് വരുന്ന ഇവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണിത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഗുഡ് ഫ്രൈഡേയിൽ കഞ്ഞിയും പയറും കൊടുക്കുന്നതിനുള്ളത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലൂടെ കടന്നിട്ട് എത്ര കുട്ടികളുണ്ടാവും, എത്ര അഡൽട്ട്സ് ഉണ്ടാവും വരുന്നുണ്ടെന്നുള്ള ഓരോ ഫാമിലിക്കും അത് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സംഘാടകർക്ക് അതിനനുസരിച്ച് ഫുഡ് കരുതാൻ സാധിക്കുന്നതാണ്. പിന്നീട് കോൺടാക്ട് എക്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ ലോഗിൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മെമ്പേഴ്സ് ഫോറം ഉണ്ട്, അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്, ജോയിൻ അവർ മിഷൻ ഉണ്ട്. മെമ്പേഴ്സ് ഫോറത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ 2 സബ് മെനൂസ് ആണുള്ളത്. ഒന്ന് ലോക്കൽ ജോബ്സും ലോക്കൽ അക്കോമഡേഷനും. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പരസ്പരം സഹായിക്കാൻ വേണ്ടിയുള്ളൊരു വേദിയാണിത്. ആരെങ്കിലും എമർജൻസി ആയിട്ട് അക്കോമഡേഷൻ വേണ്ടവർക്ക് ഇവിടെ അറിയിക്കുക, ഇവിടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം. അതുപോലെ ജോബ് വേണ്ടവർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോബോ ഫുൾ ടൈം ആയിട്ട് ജോബോ വേണ്ടവർക്ക് ഈ ഒരു ഫോറത്തിൽ നോക്കിയാൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ലൈവായിട്ടുള്ള ഒരു റിയൽ ജോബാണ് സാജു വോക്കിങ്ങിൽ നിന്ന് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സാജുവിനെ കോൺടാക്ട് ചെയ്താൽ ഈ ജോബ് നിങ്ങൾക്ക് അക്സസിബിൾ ആയിരിക്കും. പുള്ളി അതിൻ്റെ വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. പിന്നീട് ഉള്ളത് ഒരു അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. ഇത് ഫൈനൽ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് അച്ഛൻ്റെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ ഹൗസ് വിസിറ്റ് ഫ്രംലിയിലേക്ക് നമ്മൾ 3 ദിവസത്തേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ദിവസം ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ½ ആൻ അവർ ടൈം സ്ലോട്ട് ഉണ്ട്, അത് ചൂസ് ചെയ്യുക. അതിനുശേഷം അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛന് ഡയറക്റ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും. അത് ആ സ്ലോട്ട് നിങ്ങളുടേതായിട്ട് മാറുന്നതാണ്. ഇത് ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്. ഈ ആഴ്ച അത് റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നീട് ഏറ്റവും അവസാനമായിട്ട് ജോയിൻ അവർ മിഷൻ, നമ്മുടെ മിഷനിലേക്ക് എങ്ങനെ ചേരുന്നതിനുള്ള ഒരു റൈറ്റപ്പ് കൂടിയാണിത്. പിന്നീട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കോണ്ടാക്റ്റേഴ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയാണ് ഈ മിഷൻ്റെ കോണ്ടാക്ട് ചെയ്യേണ്ടതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫാദർ എബിൻ്റെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ ബാക്കിയുള്ള അതർ എൻക്വയറീസിന് 2 കസ്റ്റോഡിയൻസിൻ്റെ ഷാൻഡോയും സാജുവിൻ്റെ ഫോൺ നമ്പർ, വെബ്സൈറ്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് ടോജോയെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോം ഫില്ല് ചെയ്ത് ഫോമിലൂടെ ഡയറക്റ്റ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും
സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതും ഡയറക്റ്റായിട്ട് ഫങ്ഷനിലാണ് ഇപ്പോൾ. ഇതാണ് നമ്മുടെ സെൻറ്റ് ബെർണാഡിറ്റൈൻ മിഷൻ .co.uk എന്ന വെബ്സൈറ്റിൻ്റെ ഒരു ഇപ്പോഴുള്ള നിലവിൽ അവസ്ഥ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ചിന്താഗതികളും പോരായ്മകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. നമുക്കതിനനുസരിച്ച് വീണ്ടും ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.